രണ്ടുപേരും നല്ല ദേഷ്യത്തിലായതുകൊണ്ട് ഉറച്ചാണ് സംസാരിക്കുന്നത്. സാങ്കിൻ ഉൾപ്പെടെ ഓഫീസിലുള്ള എല്ലാവരും ഇത് കേൾക്കും. വേറെ ഇത്തരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ദേഷ്യത്തിന് ചാടി ഇറങ്ങി വന്നിട്ട് സുഹുക്ക് പറയും, എനിക്ക് ആ റൈറ്ററുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു എൻഡിങ് എങ്ങനെ വേണമെന്ന് പോലും തീരുമാനിക്കാനായിട്ട് ആ റൈറ്റർക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും. അതിന്റെ പുറകെ ബോറ ഓടി വന്നിട്ട് പറയും, അങ്ങനെയല്ല, എനിക്ക് ഈ പ്ലാനറുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഒരു റൈറ്ററെ വിശ്വസിക്കാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുക്കുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. പെനാൽറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞാനത് പേ ചെയ്യാമെന്ന് സാംസിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത്രയും നാള് എന്നോട് ഇതൊക്കെ ഒളിച്ചു വെച്ചത് എന്തിനാണ്? നിങ്ങൾ ശരിക്കും കിസ് ചെയ്തോന്നൊക്കെ സാങ്ജിൻ സുഹൂഖിന്റെ അടുത്ത് ചോദിക്കും. സുഹൂഖ് അതിന് മറുപടി പറയത്തില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിനക്ക് അങ്ങോട്ടുള്ളത് കൂട്ടെ ബോറയ്ക്ക് നിന്നോടും ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നേരത്തെ ഉള്ള റിലേഷൻ ആണ് കുഴപ്പമെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കാതിരുന്നാൽ പോരെ. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ സാങ്ജിൻ പറഞ്ഞത് കൂട്ട് ഞാൻ അവരുടെ ഇടയിൽ മൂന്നാമതൊരാളായിട്ട് കടന്നു എന്നതാണോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലൂടെ വന്നു. കാരണം ഞാൻ അയാളെ കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. അപ്പൊ അയാള് സിൻസിയർ ആയിട്ട് ഫീലിങ്സ് ഇപ്പം ഉണ്ട് അയാൾക്ക് എന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ ബോറയ്ക്ക് എന്നോട് തോന്നുന്നത് അന്നേരം ഞാൻ കാണിച്ച കൈൻഡ്നസ് കാരണം തോന്നുന്ന നന്ദിയാണെങ്കിലോ, അങ്ങനെയാണെങ്കിലും കുറെ നാൾ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബോറ അത് റിഗ്രറ്റ് ചെയ്യും. ഒരു പക്ഷേ ബോറയ്ക്കും ഇത് തന്നെയായിരുന്നു ആഗ്രഹമെങ്കിലോ, എക്സ് ബോയ് ഫ്രണ്ട് തിരിച്ചു ചെല്ലണം, അവരുടെ റിലേഷൻ പഴയതുപോലെ ആകണം എന്നാണ് ശരിക്കും ആഗ്രഹിച്ചതെങ്കിലോ, അതുകൊണ്ടാണ് എന്നിവൻ പറയും. അപ്പൊ ഇവൻ പിന്മാറിയതാണോ എന്ന് സാഗിന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇവൻ ഇത്രയും പറയുന്നതാണ് കാര്യം മനസ്സിലാവും. അപ്പം അങ്ങനെയൊന്നുമില്ല, ഒരു റിലേഷനിൽ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കുറച്ച് അഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയും. സുഹൂഖ് ഇവനെ ഒന്നും ഇടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന് സാഗിന് മനസ്സിലാവും. അപ്പൊ പിന്നെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ബോറ നമുക്ക് ചേർന്ന പെൺകുട്ടിയല്ല, നിനക്ക് ഒരു കാരണവശാലും ചേരത്തില്ലെന്ന് പറഞ്ഞിട്ട് ബോറയുടെ കുറെ കുറ്റം പറയും. നമ്മൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ ബോറ ഓരോ സമയത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാൾ നിനക്ക് ചേരത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബോറ വെറുതെ കുറ്റം പറയരുത്, ബോറ അങ്ങനെയൊന്നും അല്ല, നല്ല ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ജിന്റെ അടുത്ത് ഇവൻ തിരിച്ചു പറയും. ബോറെ കുറിച്ച് സംസാരിക്കുന്ന ഒന്ന് നിർത്താമോ, എനിക്ക് അവളെ കൂടുതൽ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കരയാൻ തുടങ്ങും. ഞാൻ നാളെ ഡോക്ടറെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം, നമുക്ക് ഒന്നിച്ച് ഡോക്ടറിനെ കാണാനായിട്ട് പോവാമെന്ന് ബോറ ബോമയുടെ അടുത്ത് പറയും. അപ്പൊ ബോമ തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, ഈ കുട്ടിയെ വളർത്തണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് വേണം തീരുമാനിക്കാമെന്ന് ബോറ പറയുമ്പോൾ അത് ബോമിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതാണ്, പിന്നെ ഇതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അതിന് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഇതിപ്പോ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ബോറയ്ക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായി, അതുകൊണ്ട് ഒന്നിച്ച് നടന്നു, അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് അങ്ങ് കല്യാണം കഴിച്ചേക്കാം, അങ്ങനെ അങ്ങ് ജീവിച്ചേക്കാം എന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത്ര പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ എന്ത് വേണം, ഞാൻ പദ്ധതിക്കാണെന്നാണോ പറയുന്നത്? എന്നെ ഒരിക്കലും ജിൻഹോ ഇതുപോലെ കുറ്റപ്പെടുത്താറില്ല. നമുക്ക് ഒന്നിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇയാള് മിടുക്കിയാണ് എന്നൊക്കെ എന്നോട് പറയാറുള്ളൂ, അല്ലാതെ ഇതുപോലെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറില്ല. ഓൾറെഡി ഞാൻ സ്ട്രെസ്ഡ് ആണ്, അതിന്റെ കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെങ്കിലും ഇരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേഷ്യപ്പെട്ട് കയറി കഥ പടയ്ക്കും. എന്നിട്ടാണ് ചെയ്യുന്നത്, ജിൻഹോയെ വിളിക്കുകയാണ്. അപ്പം ജിൻഹോ പറഞ്ഞു കൊടുക്കും ചേച്ചിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നതെന്ന്. എന്നിട്ടോ വിൻഡോയുടെ അടുത്തേക്ക് വരാനായിട്ട് പറയും. ഇവിടെ ചെന്ന് വിൻഡോ തുറക്കുന്നുണ്ടെ താഴെ ജിൻഹോ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്ന് നിൽപ്പുണ്ടാവും. കുടിച്ചിട്ട് ബോധമില്ലാതെ സുഹൂഖിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തി കയ്യിൽ ഫോണും എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് സാങ്ജിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ എന്തായാലും സുഹൂഖിന് ബോറെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് സാങ്ജിന്റെ നിഗമനം. എന്നിട്ട് കുറച്ച് പേര് ചെല്ലുന്നുണ്ടെ മിസ് ബാങ്കിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷെ വിളിക്കത്തില്ല. നമ്മൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് പെരുമാറണം എന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ തിരിച്ചു വെക്കും. സാങ്കൻ വിചാരിച്ച കൊണ്ട് തന്നെ സുഹൂഖ് ബോറെ വിളിക്കും, പക്ഷെ അവൾ ആ ദേഷ്യത്തിന് എടുക്കത്തില്ല. 2-3 പ്രാവശ്യം എടുക്കാതിരിക്കും. എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സുഹൂഖാണ്, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പറയും. അപ്പൊ ഇവക്ക് മനസ്സിലാവും കുടിച്ചിട്ടാണെന്ന്. ബോധം വരുമ്പോൾ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇയാളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ടല്ലോ, എന്നെ വീട്ടിൽ കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. അന്നേരം അവൻ താഴെ വീഴുന്ന സൗണ്ട്, ഇവന് നേരെ നിൽക്കാൻ പോലും വയ്യ, ശരിക്കും അവൻ താഴെ വീണതാണ്. അപ്പം ബാറിലെ ഒരാൾ വന്നിട്ട് ഇവനെ തിരിച്ച് കസേരയിലൊക്കെ എടുത്തിരുത്തി ഫോൺ എടുക്കും. എന്നിട്ട് ഞാൻ അഡ്രസ്സ് അയച്ചു തരാം, ഇങ്ങോട്ടേക്ക് വരണം, ആൾക്ക് തീരെയും ബോധമില്ല, നിങ്ങൾ വന്ന് കൊണ്ടുപോകണം, ഞങ്ങൾ ഉടനെ തന്നെ കട അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതിന് മുമ്പ് വരണം എന്ന് പറയും. ബോറ വരുന്നുണ്ടെ അവനവിടെ കിടക്കുമായിരിക്കും, അവനെ ഒരുവിധം പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇവളെ കാണുന്നുണ്ടെ ബോറയാണ് തിരിച്ച് അവൻ്റെ അടുത്ത് തിരിച്ചു പോകരുതെന്നാണ് ആദ്യം പറയുന്നത്. ഇവളൊരു വിധം അവനെ പിടിച്ച് ടാക്സിയിൽ കയറ്റും. ടാക്സി കയറി കഴിയുമ്പോഴത്തേക്കും ബോറ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സുഹൂഖ് ആണെങ്കിൽ അങ്ങോട്ടേക്കല്ല, ശരിക്കുള്ള അവന്റെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും, അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയും. ഇവക്ക് ആദ്യം തിരിയത്തില്ല, എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഇവ വീണ്ടും പറയും. അപ്പം ഇവക്ക് സംശയം തോന്നും, എന്തായാലും അവൻ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ടാക്സി ഡ്രൈവറിന്റെ അടുത്ത് പറയും. ടാക്സിയിൽ കയറിയപ്പോൾ മുതൽ ഫ്ലാറ്റിൽ എത്തുന്നത് വരെയും ജുവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകരുത് പോകരുത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പോകത്തില്ല എന്ന് അവസാനം ബോറ പറയും. ഇവനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നുകിൽ
അവന് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ അവൻ ഓർമ്മയില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്യുമെന്ന് ബോറയ്ക്ക് അറിയാമായിരുന്നു. തിരിച്ചു പോരാൻ നേരത്ത് അവൾക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന ആ കാർഡും വാങ്ങിച്ച ഗിഫ്റ്റും അവള് കാണും. ഇങ്ങനെയാണോ മറ്റൊരാളെ സുഹുക്ക് സ്നേഹിക്കുന്നത്? സുഹുക്കിനെ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പരിചയപ്പെട്ട നാള് മുതല് വീടിനടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കാർ ഓടിച്ച് വന്നുകൊണ്ടിരുന്ന ഒരാളാണല്ലോ എന്നൊക്കെ ഇവളിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആലോചിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവൻ ഫോൺ കോൾ നോക്കുന്നതന്നെയാണ് ബോറെ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. 3 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെന്നും കാണും. അന്നേരമാണ് അവൻ ആകെ ടെൻഷൻ ആവുന്നത്. എന്നിട്ട് സാങ്കിന്റെ അടുത്ത് പറയും, ഞാൻ എങ്ങനെ വീട്ടിലെത്തിയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോറയാണ് ലാസ്റ്റ് വിളിച്ചേക്കുന്നതെന്ന്. സാങ്കിൻ ഇത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ അവൻ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയത്. അത് കേൾക്കുമ്പോൾ സാങ്കിന് സന്തോഷമാവും. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ പറയും, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നീ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയല്ലോ. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനിയിപ്പോൾ ആലോചിക്കാനൊന്നും പോകണ്ട. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. പിന്നെ സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബോറെ അങ്ങ് വിളിച്ച് ചോദിക്കണം എന്താണ് സംഭവിച്ചത് ഇന്നലെന്ന്. അത്രയല്ലേ ഉള്ളൂ. എന്തായാലും ബോറെ അടുത്ത് വിളിച്ചൊരു അപ്പോളജി ഒക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ബോറെ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയും. സൂക്ക് എന്നിട്ട് ബോറെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറെ നേരം ഫോൺ കൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അവന് പെട്ടെന്ന് തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. സാങ്ജൻ മിസ് ബാങ്കിനെ കൊണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോകും. എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് ഇപ്പൊ ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? ഓൾറെഡി എന്നെ അന്ന് കൺഫസ് ചെയ്യാനായിട്ട് സമ്മതിച്ചിരുന്നെങ്കിൽ എന്റെ ക്രഷ് അവിടെ വെച്ച് തീർന്നേനെ. പക്ഷെ എന്നെ അതിന് സമ്മതിച്ചില്ലല്ലോ. ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നറിയാലോ എന്നൊക്കെ ഇവള് പറയുന്നുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അതിന് ഇയാളെ ഹെൽപ്പ് ചെയ്യാം, ഇപ്പൊ എന്നോട് കൺഫസ് ചെയ്തോളൂ എന്ന് സാങ്ജൻ പറയും. എല്ലാ ദിവസവും കാണാൻ പറ്റുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറയുന്നതും ചെയർ ചെയ്യുന്നതും എല്ലാം എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചത്. കാരണം അങ്ങനെ പോകുന്നത് ഒരു ഡേറ്റ് ആണെന്ന് ഞാൻ എവിടെയോ വായിച്ചായിരുന്നു എന്നൊക്കെ ഇവൾ പറയും. ഇങ്ങനെ നിഷ്കളങ്കമായിട്ടാണ് എല്ലാം പറയുന്നത്. അപ്പോൾ സാങ്ജൻ അവളുടെ അടുത്ത് പറയും, ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളാണ്, നമ്മൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹെസിറ്റേറ്റ് ചെയ്തത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ഒരു പക്ഷേ കുറ്റബോധം തോന്നിയാലോ, അന്ന് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ ഡേറ്റ് ചെയ്തതെന്നൊക്കെ തോന്നിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഇപ്പൊ വരുന്നത് പോലെ പോകട്ടെ. ഇപ്പൊ നമുക്ക് ഇതാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയി ഒരു ഡിന്നറിനൊക്കെ പോയാലോ എന്ന് സാങ്ജൻ ചോദിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ മിസ് ബാങ് അവർക്ക് സമ്മതമാണെന്ന് പറയും. ജിൻഹുവിന്റെ അടുത്ത് പിണങ്ങിയിട്ട് യൂജങ് വരുന്നത് ബോറയുടെ അടുത്തേക്കാണ്. ഒരു ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബോംബെയുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഇവള് പാത്രത്തിൽ കൊണ്ടുവന്ന് ഫുഡ് വെക്കും. യൂജങ് ചോദിക്കും, അവളൊന്നും കഴിക്കുന്നില്ല, ഇന്നലെ മുതൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിടരുത്, കാരണം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയമാണ്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ബോംബെ റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് വിളിക്കും. എത്രയൊക്കെ വിളിച്ചിട്ടും ബോംബെ റൂം തുറക്കാത്തതുകൊണ്ട് ഇവര് റൂം പുറത്തുനിന്ന് കുത്തി തുറന്നകത്ത് കയറും. എനിക്കിപ്പോ കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് ഇവള് ബഹളം വെക്കുന്നുണ്ടേ. ബോറ ഫുഡും കൊണ്ട് വെളിയിലേക്ക് പോകും. അപ്പോൾ വാതിലടച്ചിട്ടാണ് പോകുന്നത്. യൂജങ്ങിനെ ഇറങ്ങാൻ പറ്റുന്നതിന് മുമ്പ് അവള് വാതിലടയ്ക്കും. നോക്കുന്നുണ്ടേ വാതിലിന്റെ അപ്പുറത്ത് ജിൻഹു നിൽപ്പുണ്ടാവും. സൗണ്ട് കേട്ട് ബോറ അകത്ത് വരും. ജിൻഹു, എനിക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, പുറത്തിറങ്ങാനായിട്ട് ടൈമിംഗ് തെറ്റിപ്പോയി, ഇറങ്ങി പോകാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങനെ അതിനകത്ത് പെട്ടുപോയതാണെന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ബോംബെ ശ്രമിക്കും. അപ്പൊ എന്തിനാണ് ഞങ്ങളുടെ റിലേഷൻ ഇങ്ങനെ എതിർക്കുന്നത്, ഞങ്ങളെ ഒന്ന് ഒന്നിച്ച് ജീവിക്കാനായിട്ട് അനുവദിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഹു ഇവിടത്തെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും യൂജൻ ചോദിക്കും, അതിന് നിങ്ങളുടെ റിലേഷൻ ആരാണ് എതിർത്തതെന്ന്. അപ്പൊ ബോറ പറയും, ആ ആർക്കറിയാം, അവർ തന്നെയല്ലേ ഇതൊക്കെ പറയുന്നതെന്ന്. അങ്ങനെയാണ് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് ആർക്കും ഇതിനൊന്നും എതിർപ്പില്ല എന്ന്. അങ്ങനെ ജിൻഹു തിരിച്ചു പോകും. അത് കഴിയുമ്പോൾ യൂജങ് ആണെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും അങ്ങനെ വഴക്കുണ്ടായതും എല്ലാം ബോറ എടുത്ത് പറയും. ഒറ്റയ്ക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങൾ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടിയായി കഴിഞ്ഞാൽ കൂടുതൽ ബിസി ആവും, അതുകൊണ്ട് ഉടനെ കുട്ടികൾ വേണ്ടെന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഇതുവരെ പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡേറ്റിന് പോകാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് അവൾ പറയും. ജിനുവിന്റെ അടുത്ത് ജിൻഹു ചോദിക്കും, പോയി യൂജങ്ങിനെ വിളിച്ചോണ്ട് വരണ്ടേ, ഇത് ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല, സോറി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്തിനാണ് സോറി പറഞ്ഞതെന്ന് ചോദിക്കും. അത് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് ഇതിലും സീരിയസ് ആവും, അതുകൊണ്ട് ഉടനെ എന്നെ പോകാനായിട്ട് പറ്റത്തില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. യൂജങ് പിറ്റേ ദിവസം ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഡിസ്കഷൻ ഫോറത്തിലൊക്കെ അവളുടെ പ്രശ്നങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. ഇത് ഡിവോഴ്സിന് റീസൺ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് സുജിൻ അവിടേക്ക് വരുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. കാര്യങ്ങളൊക്കെ യൂജങ് സുജിന്റെ അടുത്ത് പറയും. ഏതോ ഒരു പോയിന്റിൽ ഞങ്ങൾ ഡിസ്കണക്റ്റഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നു, കാരണം എനിക്കിപ്പോൾ ദേഷ്യപ്പെടാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സൂജിൻ പറയും, എന്തിനാണ് ബാക്കിയുള്ളവരുടെ അപ്രൂവൽ, ഇയാൾക്ക് ഡിവോഴ്സ് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഒരൊറ്റ പ്രാവശ്യം ജിന്നുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം, അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം തീരുമാനം എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സാങ്കിന് എന്താണ് പറയാനുണ്ടായിരുന്നത് ഞാനിന്ന് കേൾക്കാൻ തയ്യാറായില്ല, ആ ഒരു റിഗ്രറ്റ് നിനക്കുണ്ടാവാനായിട്ട് പാടില്ല, അതുകൊണ്ട് അത് നീ ചെയ്യണമെന്ന് യൂജങ്ങിന്റെ അടുത്ത് പറയും. ബോറയും സൂക്കും കൂടി മീറ്റ് ചെയ്യും. ഇയാൾ ഇനി വല്ല ആക്സിഡന്റിലും പെട്ടോ, ഇയാൾക്ക് ഇനി പെട്ടെന്ന് സൗണ്ട് പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു, അപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കണ്ടതിൽ സന്തോഷം, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇയാളെ വീട്ടിൽ കൊണ്ടു വിട്ടതല്ലേ, ഞാൻ ഇയാളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പൊ ഇവനാണെങ്കിൽ
അങ്ങനെയല്ല, ഞാൻ വിളിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട്, വേണ്ട, ഞാൻ എന്ത് പറഞ്ഞാലും അത് എക്സ്ക്യൂസ് ആവും, എന്നോട് ക്ഷമിക്കണം, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാനന്ന് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. ഇയാൾ ഇത് പറയുന്നത് എനിക്ക് അറിയായിരുന്നു, നന്നായിട്ടന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഞാൻ മാത്രം എന്താണ് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് എന്നോട് സോറി മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലേ? എന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നോ എന്നെ മിസ് ചെയ്തെന്നോ അങ്ങനെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. സുഹൂക്ക് മിണ്ടാതിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ ബോറ പറയുന്നത്, ഞാൻ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാനല്ല വന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനായിട്ടാണ് വന്നത്. ഞാൻ ഇയാളെ പോലെ ഒരാവശ്യമില്ലാതെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറില്ല, വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല, കാരണം അതൊക്കെ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുവോ എനിക്കുള്ള തെറ്റുകുറ്റങ്ങൾ അവരെ കാണിക്കുകയോ അവരോട് പറയുകയോ ഒന്നും ചെയ്യത്തില്ല, കാരണം അത് എപ്പോഴെങ്കിലും എനിക്ക് നെഗറ്റീവായിട്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇയാളുടെ അടുത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെയൊന്നും ആകാത്തതിന് കാരണം ഇയാളായതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഇയാളെ ഇഷ്ടമായിരുന്നു, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയും. അപ്പോഴും ഇവൻ മിണ്ടാതിരിക്കും. അന്നേരം ബോറയ്ക്ക് എപ്പോഴും ഇതുപോലെയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞാനാണ് എൻ്റെ ഫീലിങ്സ് ആദ്യം കൺഫസ് ചെയ്യുന്നത്, അവസാനം ഹേർട്ട് ആകുന്നതും എനിക്ക് തന്നെയാണ്. ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെയാണ്. തിരിച്ച് എന്നോട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഫീലിങ്സ് പറയാത്ത ഒരാളുമായിട്ട് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ വർക്കൗട്ട് ആവത്തില്ല, ഒരു കാര്യവും വർക്കൗട്ട് ആവുന്നില്ല. പ്രോമിസ് കീപ്പ് ചെയ്ത് തന്നെ നന്ദി, ഞാൻ ഇയാളെ ഡംപ് ചെയ്യുവാണ്, നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇവള് പറഞ്ഞിട്ട് എഴുന്നേക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇവൻ ചോദിക്കും, ഞാൻ എന്താണ് പറയേണ്ടത്, എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ്. ഉടനെ ബോറ ഇവൻ്റെ അടുത്ത് പറയുന്നത്, ഇപ്പോഴും ഇയാൾക്ക് ഇയാളുടെ ഈഗോ വെച്ചോണ്ടിരിക്കുകയാണ്, അഭിമാനം വിട്ടിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റുന്നില്ല, അതിനർത്ഥം ഇയാൾ അത്രമാത്രമേ കമ്മിറ്റഡ് ആയിട്ടുള്ളൂ എന്നതാണ്. കുഴപ്പമില്ല, പിന്നെ ഇനി നമുക്ക് ബിസിനസ് സംസാരിക്കാം. എനിക്ക് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി, ഞാൻ അതിൻ്റെ എൻഡിങ് എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ സാങ്കിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് ഈ ബുക്കുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവള് പോകുന്നത്. ഇവള് തിരിഞ്ഞു നോക്കത്തില്ല, സുഹൂക്ക് അവിടെ തന്നെ ഇരിക്കും. റോഡിൽ ഇറങ്ങി കഴിഞ്ഞ് കുറച്ചു ദൂരം ചെല്ലുന്നുണ്ടെ ആരും പുറകെ വരുന്നതായിട്ട് ബോറയ്ക്ക് തോന്നും. അവള് പക്ഷെ തിരിഞ്ഞു നോക്കുന്നുണ്ടെ അത് സുഹൂക്കല്ല, വേറെ ആരുമായിരുന്നു. ബോറ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ജുവാന്റെ കോൾ വരും, നാളെ ഫ്രീ ആണോ, നമുക്കൊന്ന് ഡിന്നറിന് മീറ്റ് ചെയ്താലോ, ഒറ്റ പ്രാവശ്യം മതി, ഒന്ന് കണ്ടാൽ മതി എന്ന് പറയും. അപ്പം അവന് പ്രോപ്പറായിട്ട് യാത്ര പറയാനായിട്ട് ഒരു അവസരം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് ബോറ പറയും, ശരി നമുക്ക് നാളെ കാണാം, ചിലവ് എൻ്റെ വകയാണെന്നും പറയും. ഒന്നിച്ച് താമസിക്കാനായിട്ട് വീടൊക്കെ നോക്കുമ്പോൾ എല്ലാത്തിനും റെന്റ് കൂടുതലാണ്, ജിൻഹോയ്ക്ക് ഒന്നും ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പം ജിൻഹു പറയും, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇയാളുടെ അച്ഛനും അമ്മയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ബോറയും ഹെൽപ്പ് ചെയ്യും, കുറച്ച് നാൾ അങ്ങനെ പോട്ടെ, അല്ലാതെ ഒറ്റയ്ക്ക് എല്ലാം കൂടി ആദ്യം മുതലേ മാനേജ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്തായാലും കല്യാണത്തിന് മുമ്പ് ബോമയെ പ്രപ്പോസ് ചെയ്യണം, അതിനുശേഷം കല്യാണം കഴിക്കാവൂ, ആനിവേഴ്സറീസ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പറ്റുവാണെങ്കിൽ ക്രിസ്മസിന്റെ അന്ന് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരേ ദിവസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെയാണ് യൂജങ് അവിടേക്ക് വരുന്നത്. എന്താണ് ജിൻഹുവിന് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ വരുന്നത്. ഇവരെ ഇവളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് യൂജങ് താഴേക്ക് വരുന്നത്. അപ്പോൾ ജിൻഹു പറയുന്നത്, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ലെന്ന്, പക്ഷെ യൂജങ് എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത്. എന്നിട്ട് യൂജങ്ങിന്റെ കുറെ കാര്യങ്ങൾ പറയും, അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അവൾ എപ്പോഴും ഫോൺ മറന്നു വെക്കും, വെഡിങ് റിംഗ് മറന്നു വെക്കും, എന്നിട്ട് പിന്നീട് അത് കണ്ടുപിടിക്കും. അവൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മേക്കപ്പിന്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും ചില സാധനങ്ങൾക്ക്, എന്നാലും കുക്കിംഗ് ആണ് അവളെ ഹാപ്പി ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നാണെ ജിൻഹോ പറയുന്നത്, എനിക്ക് ഇതിനോട് കേട്ടിട്ട് കൺഫ്യൂഷനായി, ശരിക്കും യൂജങ്ങിനെ ഇയാൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ ഒരു സംശയം, യൂജങ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു സംശയം, അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല, എനിക്ക് യൂജങ്ങിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ യൂജങ്ങിനെ കല്യാണം കഴിച്ചത്, അവൾ ആയതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ജിൻഹോ പറയും. അപ്പൊ ഇയാളുടെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല എന്ന് ജിൻഹോ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തിനാണ് നോക്കുന്നത്, സ്നേഹം എന്ന് പറയുന്നത് വായു പോലെയാണ്, നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല, പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം യൂജങ് എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാലോ യൂജങ്ങിന് എന്നെ വലിയ കാര്യമാണെന്ന്. അപ്പൊ ഞാൻ പുറത്ത് വന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ പുറത്തൊരു ബ്ലാങ്കറ്റ് ഒക്കെ കാണും, അതൊക്കെ നമ്മളെ കെയർ ചെയ്യുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ആരും പറഞ്ഞു തരണ്ടെന്നൊക്കെ ഇവൻ പറയും. ഇപ്പൊ എത്ര കൂളായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, ഇത് പോയി യൂജങ്ങിന്റെ അടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ജിൻഹോ പറയും. ഇനിയിപ്പോ അത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് മുഴുവൻ അവിടെ നിന്നുകൊണ്ട് യൂജങ് കേൾക്കുന്നുണ്ടായിരുന്നു. യൂജങ് മറന്നു വെച്ച മോതിരം കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കും ജിൻഹു, എന്നിട്ട് അവർ സംസാരിച്ച് അവരുടെ പിണക്കമൊക്കെ മാറും. ബോറ ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഡ്രാഫ്റ്റ് സാങ്കിന് അയച്ചു കൊടുക്കും. സാങ്കിന് അത് സുഹൂക്കിനെ കാണിച്ചിട്ട് ചോദിക്കും, നിനക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ തന്നെ വായിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അവൻ ചെന്ന് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇവർ ആദ്യം മീറ്റ് ചെയ്തത് മുതലുള്ള കാര്യങ്ങളെല്ലാം അവൾ എഴുതിയിട്ടുണ്ട്.
ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായ കഥകളുള്ള ആളുകളായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കഥകൾ അവസാനിക്കാറായപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എഴുതി തുടങ്ങിയേക്കുന്നത്. അപ്പൊ ഫുൾ ഇവരുടെ കാര്യങ്ങളാണ്. ഇവന് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. എന്നിട്ട് ലാസ്റ്റിലോട്ട് ആകുമ്പോഴത്തേക്കിനും ആൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് സ്നേഹിച്ചതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോഴത്തേക്കിനും ഇവള് പല പ്രാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് ഇവന് ഓർമ്മ വരും. ഇവന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ അവൻ മനസ്സിലാകാത്തത് കൂട്ട് പ്രിറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് അന്ന് വേണ്ടിയിരുന്നത് ഒരു റീഅഷുറൻസ് ആയിരുന്നു. അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ കഥയുടെ അവസാനം എങ്ങനെയായിരിക്കണം എന്ന് വേറൊരാൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അതിന് വേറൊരാളുടെ അപ്രൂവൽ ആവശ്യമില്ല. അതിന് ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി. അതിന്റെ അവസാനം എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അവൾ എഴുതി നിർത്തിയേക്കുന്നത്. രാവിലെ കിട്ടിയപ്പോൾ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പിനാണ് സുഹൂക അവളുടെ ബുക്ക് വായിച്ചു തീർക്കുന്നത്. അന്നേരത്തേക്ക് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. ഇത് വായിച്ചു കഴിയുന്നുണ്ടേ അവൻ ബോറെ വിളിക്കും. അന്നാണ് ജുവാനുമായിട്ട് ഡിന്നർ കഴിക്കാൻ അവൾ സമ്മതിച്ചിരുന്നത്. അവൾ അവിടേക്ക് ചെല്ലുമായിരുന്നു. അന്നേരമാണ് കോൾ വരുന്നത്. അവൾ അത് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യും. സുഹൂക എന്ന യൂജങ്ങിന്റെ കഫേയിലേക്കാണ് സ്ഥിരം ബോറ ഇരിക്കുന്ന സീറ്റിൽ നോക്കുമ്പോൾ അവിടെ അവളില്ല. അപ്പൊ നേരെ വന്ന് യൂജങ്ങിന്റെ അടുത്ത് ചോദിക്കും, ബോറ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഇല്ലെന്ന് പറയുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ബോറ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ എന്റെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ടേ. യൂജങ് അവനെ നോക്കിയിട്ട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു തന്ന ഇയാളെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറ്റും എന്ന് പറയും. ജുവാൻ ഒരു മാറ്റവും ഇല്ല. അവൻ പണ്ടത്തെ പോലെ തന്നെ അവന്റെ കമ്പനിയിൽ വരുത്തിയ മാറ്റങ്ങളും പുതിയതായിട്ട് അവരെന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ മാത്രമാണ്, ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയും, ഞങ്ങൾ പുതിയതായിട്ട് പാക്കിംഗ് ഒക്കെ മാറ്റി, അതൊന്ന് സാമ്പിള് റെഡി ആയിട്ടുണ്ട്, നോക്കുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അവള് സമ്മതിക്കും. നല്ല പാക്കിംഗ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തുറന്നു നോക്കുന്നുണ്ടെ കുറെ പൂക്കളും ഒരു റിങ്ങുമാണ് അതിനകത്തിരിക്കുന്നത്. അപ്പൊ അവൾക്ക് കാര്യം മനസ്സിലാവും. അവൻ അന്നേരം പറയുന്നത്, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ റിങ് എടുത്ത് അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യും. എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇവളിത് വാങ്ങിക്കാതെ അതുപോലെ അടച്ച് തിരിച്ചു കൊടുക്കും. എനിക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലെന്ന് പറയും. നമ്മുടെ ഭാവിയിൽ എനിക്ക് വിശ്വാസമാണ്, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ നല്ല മെമ്മറീസ് ആയിരിക്കും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, ഇവർ ബ്രേക്കപ്പ് ആവാൻ കാരണമായ പെൺകുട്ടി, ദാമി എന്നാണ് എന്റെ പേര്. ആ കുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കും, ജുവാൻ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്, എന്തിനാണ് അത് വന്ന്? ദിവ്യ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ചോദിക്കുന്നുണ്ട്. അവള് പറയുന്നത്, ഞാനൊരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് അറിഞ്ഞത്, എന്താ എനിക്ക് വെക്കാൻ പാടില്ല എന്നാണ്. ഉടനെ ഇവൻ തിരിച്ചു ചോദിക്കും, അതിനർത്ഥം നീ എന്നെ സംശയിച്ചിരുന്നു എന്നല്ലേ എന്ന്. അപ്പൊ പണ്ട് സംഭവിച്ച അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആൾക്കാർ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നതിനും ബോറ മനസ്സിൽ വിചാരിക്കും. അവൾക്ക് ചിരിയും വരുന്നുണ്ട്. ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ചോദിക്കുന്നത്, ഇയാൾക്ക് നാണമല്ലേ വീണ്ടും ഇവനെ തന്നെ കാണാനായിട്ടെന്നാണ്. ഞാനല്ല ഇയാളെ സ്നേഹിച്ചത്, ഞാനല്ല ഇയാളോട് കള്ളം പറഞ്ഞത്, ഞാനല്ല ഇയാളെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് ഇയാൾ ദേഷ്യപ്പെടേണ്ടത് എന്റെ അടുത്തല്ല, അത് ജുവാന്റെ അടുത്താണ്, അങ്ങോട്ടേക്ക് ഇയാളുടെ ദേഷ്യം തീർത്തോളൂ എന്ന് പറഞ്ഞിട്ട് ബോറ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഈ പെൺകുട്ടി അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇവന്റെ തലക്കൂടെ ഒഴിക്കും. അവൻ ദേഷ്യപ്പെടും. ഇതെല്ലാം അവൾക്ക് കാണാനായിട്ട് പറ്റും. അന്നേരം ഇയാൾ അങ്ങോട്ടേക്കല്ല നോക്കേണ്ടത്, എന്നെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് സൂഹുക്ക് അവിടേക്ക് വന്ന് അവളെയും വിളിച്ചുകൊണ്ട് പോകും. ബോറ അവളുടെ ബുക്കിൽ എഴുതിയിരുന്നത്, ഞാൻ ഡ്രാമാസിലൊക്കെ കാണുന്ന കൂട്ട് ഒരു ഡ്രീമി കൺഫെഷൻ പ്രതീക്ഷിച്ചു സൂഹുക്കിന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളെ വിളിച്ചുകൊണ്ട് വെളിയിൽ വന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഹാർട്ടിന്റെ അവിടെ കൈവച്ചിട്ട് ഇയാൾ ഇതിനകത്തുണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് പല പല ഡ്രാമാസിലെ പല പല ഹിറ്റ് ഡയലോഗ്സ് ഒക്കെയാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഇയാൾ എന്തോ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇയാളല്ലേ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെയുള്ള കൺഫെഷൻ വേണോന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, ഇയാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ശരിക്കൊക്കെ പറയാനായിട്ട് ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് റീസൺ ഒന്നും പറയാനില്ല, അങ്ങനെ പറയാനൊന്നും എനിക്കറിയത്തില്ല. ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയത് അന്ന് പാർട്ടി വെച്ച് കണ്ടപ്പോഴാണോ അതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇവൻ ശ്രദ്ധിച്ചത് മുഴുവൻ ഇവൻ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഇയാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് അവസാനം സുഹുക്ക് പറയുന്നുണ്ട്. അവളെ അവളായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സുഹുക്ക് നമ്മൾ മനസ്സിലാക്കിയത് സത്യമാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. ബോറയുടെ ബുക്ക് പുറത്തിറങ്ങി ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും അവര് 3rd എഡിഷൻ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞു. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് യൂലിങ്ങിന്റെ കഫേയിൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴാണ് അവരുടെ ഫ്രണ്ട് വെച്ചിട്ടാണ് ബോമയും ജിൻഹോയും കൂടി സർപ്രൈസ് ആയിട്ട് കല്യാണം കഴിക്കുന്നത്. അവരൊരു സിമ്പിൾ വെഡിങ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും. ഒരു റിംഗ് കൊടുത്തിട്ട് സൂഹുക്കാണെങ്കിൽ ബോറയെ പ്രപ്പോസ് ചെയ്യും. വോയിസ് ഓവറിൽ ബോറ പറയുന്നത്, നമ്മള് ഒരു ദിവസം മരിക്കുന്ന അറിയെങ്കിലും നമ്മള് ജീവിക്കുന്നുണ്ട്, പൂക്കള് വാടി പോകുന്നെന്ന് അറിയുന്നെങ്കിലും നമ്മൾ അതിനെ വളർത്തുകയും അത് കാണുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റോറിയും. ഒരു ഓപ്പൺ എൻഡിങ് ആണ്, അതിൽ ഹാപ്പി എൻഡിങ് സാഡ് എൻഡിങ് അങ്ങനെയൊന്നുമില്ല. കാരണം കുറെ നാൾ കഴിയുമ്പോൾ മനുഷ്യരാണ്, അവർക്ക് മാറ്റം ഉണ്ടാവും, അവർക്ക് പരസ്പരമുള്ള സ്നേഹത്തിൽ വ്യത്യാസം വരും. പക്ഷെ അതോർത്ത് ഞങ്ങൾക്ക് കുറ്റബോധം കാണത്തില്ല, കാരണം ഞങ്ങൾ ഈ നിമിഷം സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്, ഈ നിമിഷത്തിലൂടെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നത് വോയിസ് ഓവറിൽ കേൾപ്പിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്.